പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് തമ്പാനൂരിലെ വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. നമസ്കാരം. 47-കാരനായ മാരായമുട്ടം സ്വദേശി ജോയി 72-കാരിയായ അമ്മ മെൽഹിയോട് യാത്ര പറഞ്ഞ് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആക്രി പറക്കിയോ ചെളി കോരിയോ കിട്ടുന്ന കാശുകൊണ്ട് അന്നം വാങ്ങാൻ വൈകുന്നേരം തിരിച്ചെത്താം എന്ന് പറഞ്ഞു പോകുന്ന ജോയി പക്ഷേ ഇനി എന്നാണ് വരിക, എപ്പോഴാണ് വരിക എന്നാണ് ആ അമ്മ കാത്തിരിക്കുന്നത്. തമ്പാനൂർ ആമയിഴഞ്ചാൻ തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും കോരാൻ റെയിൽവേ നിയോഗിച്ച 3 തൊഴിലാളികളിൽ ഒരാളായ ജോയി തോട്ടിലെ ഒഴുക്കിലും ചെളിയിലും പെട്ടുപോയിരിക്കുന്നു. നഗരഹൃദയത്തിലെ ആമയിഴഞ്ചാൻ തോട് മാലിന്യ കൂമ്പാരമാകുന്നത് വഴി തമ്പാനൂരിൽ മഴക്കാലത്ത് അനുഭവപ്പെടുന്ന ദുരിതം എന്നും ചർച്ചയാകുന്നതാണ്. എന്നിട്ടും തോട്ടിലെ ചെളി നീക്കാൻ റെയിൽവേ കാട്ടിയ അമാന്തം ഒരു കുടുംബത്തെ അനാഥമാക്കുന്നു. ഒരമ്മയ്ക്ക് തീരാ ദുഃഖമാകുന്നു, നാടിൻ്റെ വേദനയാകുന്നു. എന്നിട്ടും ഒന്നനങ്ങിയോ റെയിൽവേ അധികൃതർ? ആര് പറയണം മറുപടി? റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് അപകടമുണ്ടായത്. ആമയിഴഞ്ചാൻ തോടിൻ്റെ മറ്റ് ഭാഗങ്ങൾ കോർപ്പറേഷൻ വൃത്തിയാക്കിയതാണ്. റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുവാദമില്ല. വെള്ളക്കെട്ടുണ്ടാകുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം വൃത്തിയാക്കാത്തതിനാൽ ആണ്. അത് ചൂണ്ടിക്കാട്ടി തോട് വൃത്തിയാക്കണമെന്ന് കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടും ആരാണ് തടസ്സം നിന്നത്? ഒരു ജീവൻ എടുക്കുമോ ഈ കാലതാമസം? ആമയിഴഞ്ചാനിൽ റെയിൽവേക്ക് പാളം തെറ്റിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായുള്ളവർ: തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ എന്നിവർ. ഏറ്റവും ആദ്യം ചർച്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ പ്രതിനിധി കൈരളി ന്യൂസിൻ്റെ റിപ്പോർട്ടർ വിജിൻ വായന്തോട് നമ്മളോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ പ്രശ്നം നടക്കുന്ന ഇടത്താണ് ഇപ്പോൾ വിജിൻ വായന്തോടുള്ളത്. വിജിൻ, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഈ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ? റെയിൽവേ എന്തെങ്കിലും പറയുന്നുണ്ടോ? ലാൽ, തീർച്ചയായും ലാൽ പറഞ്ഞ അതേ അനാസ്ഥയുടെ ഭാഗമായി അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ റെയിൽവേയുടെ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ വിജിയുമായി ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ തന്നെയാണ് അവരോട് പ്രതികരണം ആരാഞ്ഞത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് ഈ പരിസരം കണ്ടാൽ തന്നെ അറിയാം, പൂർണ്ണമായും ഈ മാലിന്യം തങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിലൂടെ ഒരു വെള്ളത്തിന് പോലും ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ തോടിൻ്റെ, ഈ റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാർ ചേർന്ന് അതിൻ്റെ ഒരു ഭാഗം വൃത്തിയാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ തോട് ഉണ്ടായിരുന്നത്. അതിനിടയിലേക്കാണ് ഈ ജോയി പെട്ടുപോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെയൊക്കെ സ്കൂബ ടീം രക്ഷാദൗത്യം ഏറ്റെടുത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിലും 40 മീറ്റർ മാത്രം ദൂരത്തിലേക്ക് മാത്രമേ സ്കൂബ ടീമിന് പോകാൻ കഴിഞ്ഞുള്ളൂ. ആദ്യഘട്ടത്തിൽ 30 മീറ്ററും പിന്നീട് 10 മീറ്റർ കൂടി അവർ പരിശോധന നടത്തി. ഈ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ, രാത്രി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന നടത്താൻ കഴിയില്ല. അവർക്ക് മുട്ട് കുത്തി നിന്ന് തപ്പുന്ന രീതിയിൽ പരിശോധനയായിരുന്നു നടത്തിയത്. അവർ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അതായത് കൈയും കാലും വെച്ച് പരതി നോക്കിക്കൊണ്ടാണ് ഈ സെർച്ചിങ് നടത്തിയത്. അല്ലാതെ നേരിട്ട്
നേരിട്ട് കണ്ണിന് കാഴ്ചയിൽ കാണാൻ കഴിയില്ല. അത്തരത്തിലാണ് 40 മീറ്ററോളം ദൂരം പോയത്. ഇനിയും ആ മാൻഹോളിലേക്ക് എത്താൻ 20 മീറ്റർ കൂടി ദൂരമുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തുന്ന തിരച്ചിൽ എന്ന് പറയുന്നത് ഈ മാൻഹോളുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത്. അല്പം മുമ്പ് ആ റോബോട്ടിനെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ മാൻഹോൾ പൂർണ്ണമായും ക്ലീൻ ചെയ്ത് കൂടുതൽ വേസ്റ്റ് മാറ്റാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് നിലവിൽ നടത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായാലും കോർപ്പറേഷൻ ജീവനക്കാർ തന്നെയാണ് ആ പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തോടിൻ്റെ പൂർണ്ണമായ ഭാഗം റെയിൽവേയുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ പലതവണ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ ഇത് വൃത്തിയാക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന് കോർപ്പറേഷൻ തന്നെ വ്യക്തമാക്കുന്നു. മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കി. നേരത്തെ കോർപ്പറേഷൻ റെയിൽവേക്ക് നൽകിയ ഈ കത്തിൻ്റെ പകർപ്പും നമ്മൾ തന്നെ നൽകിയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ പരിഹരിക്കാൻ ഇവിടുത്തെ തോട് മാലിന്യം പൂർണ്ണമായും നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിന് റെയിൽവേ തയ്യാറായിരുന്നില്ല. ആ അനാസ്ഥയാണ് ഇപ്പോൾ ജോയിയെ കാണാതെ ആവുകയും അതിനുള്ള അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്ന ഒരു ഘട്ടത്തിലേക്കും എത്തിയിരിക്കുന്നതിനാൽ ഒരു തിരോധാനമാണിപ്പോൾ നമ്മൾ ഈ നിലയിലേക്കുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. വലിയ ദൗർഭാഗ്യകരമായ സംഭവമാണ്. വിജയൻ, ഞാൻ തിരിച്ചു വരാം. തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു ചേരുകയാണ്. ശ്രീ പി.കെ. രാജു, ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച് ഇപ്പോൾ രാത്രിയിൽ വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങളെന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ? ഞങ്ങളെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരനായിട്ടുള്ള തൊഴിലാളിയെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കർത്തവ്യമാണ് ആരാധ്യയായ മേയറും ഞാനും ഹെൽത്ത് ചെയർപേഴ്സണും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ 5-6 കൗൺസിലർമാരും രാവിലെ 11:30 മണിക്ക് തുടങ്ങി ഈ നിമിഷം വരെ മേയർ ഉൾപ്പെടെ ഞാനുൾപ്പെടെ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ള എല്ലാവിധ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടാകാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ഇത്രയും നിമിഷമായി രാവിലെ 11 മണിക്ക് നടന്ന ഒരു സംഭവം റീജിയണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥ ഇപ്പോഴാണ് വരുന്നത്. ആരോപണങ്ങൾ ആരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് മീഡിയകളോട് സംസാരിക്കാൻ അവർ തയ്യാറാവാതെ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അവരുടെ ഒരു വീഴ്ചയാണിത്. എത്ര തവണ കത്ത് കൊടുത്തു, എത്ര തവണ നഗരസഭയിലെ മേയറും സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവരെ ഈ കോമ്പൗണ്ടിനകത്ത് കയറുന്നതിന് വേണ്ടി ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മാലിന്യങ്ങൾ ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള കത്തുകൾ കൊടുത്തിട്ട് ഇവർ അത് ശ്രീ പി.കെ. രാജു, ഈ ഇത്രയും ദിവസം കത്ത് കൊടുത്ത കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നഗരസഭ ഇത്ര വളരെ ഗൗരവത്തോടു കൂടി ഈ കത്തൊക്കെ കൊടുത്തിട്ടും അത് 7 ദിവസത്തിനകം കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കും എന്നൊക്കെ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടും, കത്തെന്നല്ല പറയേണ്ടത്, നഗരസഭയുടെ നോട്ടീസാണ് കൊടുത്തത്. ആ നോട്ടീസ് കൊടുത്തിട്ടും ഈ 1 മാസത്തോളം ആകുന്നു ഇതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ തന്നെ. ആ ഇടപെടലിൽ തന്നെ കൃത്യമായി പരിചയസമ്പന്നതയുള്ള ആളുകളെ ഉപയോഗിക്കാതെ ആരെയോ വിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ എന്താണ് ചെയ്തത് എന്ന് റെയിൽവേയോട് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ രാജ്യത്ത്, നമ്മളെ ഈ ഇന്ത്യ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്ന് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടെ റെയിൽവേയോട് ഏതെങ്കിലും തരത്തിൽ അവരെ കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഉത്തരം തേടാൻ നഗരസഭാ ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? അവിടെ എന്താണ് നമുക്ക് അതിനുള്ളൊരു പരിഹാരം എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അല്ല കേരളത്തിൻ്റെ ഒരു വകുപ്പ് മന്ത്രിയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ എത്തി. മേയർ രാവിലെ 11:30 മണി മുതൽ ഈ നിമിഷം വരെ ഇവിടെയുണ്ട്. ഒരു റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് എന്താണെന്ന് ചോദിക്കുവാൻ അവർ തയ്യാറായിട്ടില്ലല്ലോ ഇതുവരെ. അവർ നടത്തിയ ആ കുറ്റകൃത്യം വളരെ ഗൗരവമേറിയ പോലെ സങ്കടം വരുന്ന ഒരു മാനുഷിക പരിഗണന നൽകാൻ അവർ തയ്യാറാവാതെ ഇപ്പോൾ വന്നിട്ട് പോലും അവർ തയ്യാറാകുന്നില്ലല്ലോ. അവിടെയാണ് വിഷയം. അവിടെ ചില എന്താ പറയുക, പിന്നെ ചില കക്ഷികൾ ഇവിടെ വന്നിട്ട് പറയുന്നത് അത് നഗരസഭയുടെ വീഴ്ചയാണെന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. നഗരസഭയ്ക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. നഗരസഭ കൃത്യമായി തന്നെ ഞങ്ങൾ ആ കാര്യങ്ങൾ
നിർവഹിക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകി, ഫൈനൽ നോട്ടീസ് നൽകി. അങ്ങനെയാണ് റെയിൽവേ തന്നെ ഒരു കോൺട്രാക്ടറെ വെച്ച് ഈ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി അവരുടെ ഒരു മേൽനോട്ടവും, റെയിൽവേയുടെ ഒരു മേൽനോട്ടവും അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ അറിയിക്കണ്ടേ, ഇത്ര തീയതി ഇന്ന ദിവസം ഈ പണി ആരംഭിക്കുകയാണ്, ഞങ്ങളെങ്കിലും അത് അതിഗുരുതരമായ കോൺട്രാക്ടർ ഇത്തരം പണികൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്കെങ്കിലും ബോധ്യമുണ്ടോ? നിങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ? ഈ പണി ചെയ്യാൻ അറിയാവുന്നവരാണോ അവർ? അതാണ് ഞാൻ ഇതൊന്നും നമ്മളെ ഇതൊന്നും ഒരു ബോധ്യപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കൊടുത്ത നോട്ടീസ് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടെ ഒന്ന് അറിയിക്കണോ? നഗരസഭാ സെക്രട്ടറി അറിയിക്കാം, ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേയർ എന്ന നിലയിൽ മേയറെ അറിയിക്കാം, ആരെയും അറിയിക്കാതെ അവർ ആ പണി ആരംഭിച്ചതാണ്. ആ പണി ആരംഭിക്കുമ്പോൾ ആ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, ഈ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അവിടെ എഞ്ചിനീയർമാരുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, റെയിൽവേക്ക് പ്രത്യേകം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ DOSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, റെയിൽവേയുടെ പോലീസ് സബ് ഇൻസ്പെക്ടറുണ്ട്, CM സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പോൾ നോക്കുകുത്തിയായിരിക്കും, അവരാരുമേ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഞങ്ങൾ 11:30 മണിക്ക് കൃത്യമായി തന്നെ ഞങ്ങളുടെ ജീവനക്കാരനെ അല്ലാതിഞ്ഞിട്ട് പോലും അവിടെയാണ് ഞങ്ങളുടെ ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ച് ഈ നിമിഷം വരെയും എത്ര നേരം വെളുത്താലും ശരി, എത്ര ദിവസമായാലും തിരുവനന്തപുരം നഗരസഭ ആ നമ്മുടെ തൊഴിലാളിയെ കണ്ടു കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളോടുകൂടി. ശരി, ഞാൻ പി കെ രാജു താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷേ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു തൊഴിലാളി അല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ കാണിച്ച ഇച്ഛാശക്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ കണ്ടത് ആദ്യം വന്ന ബ്രേക്കിങ്ങുകൾ, തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നഗരസഭ എന്താണ് ഈ കാര്യത്തിൽ ആമേഴഞ്ചാൻ തോട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആണ് ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ അതിനൊരു കമൻറ്റ് കൂടി താങ്കൾ പറഞ്ഞിട്ട് ഞാൻ ഗായത്രി ബാബുവിലേക്ക് പോവാം. അതെ, ഈ ഞങ്ങളുടെ BJPയുടെ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർമാർ രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വന്ന് കയറിയ ഉടനെ ഈ ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. മേയർ രാജിവെക്കണം, നഗരസഭയുടെ വീഴ്ചയാണെന്ന് ആരാ പറയുന്നത്? നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഭരണസമിതി അംഗമായിട്ടുള്ള പാർലമെൻ്ററി പാർട്ടി ലീഡറും BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ VV രാജേഷും ഒരു കാരണവശാൽ അവിടെ ആമേഴഞ്ച തോടിൻ്റെ ഭാഗത്ത് എത്തി നോക്കാതെയോ ചെളിയിൽ പോലും ചവിട്ടാതെ രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ജോലിയല്ല ചെയ്തത്. ഞങ്ങൾ ആ ചെളിയിൽ മുങ്ങി നിന്നുകൊണ്ട് അവരോടൊപ്പം മേയറും ഞാനും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലർ ഉൾപ്പെടെ വടം കെട്ടി വടം വലിച്ച് ആ മാലിന്യങ്ങൾ കയറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് രാഷ്ട്രീയ മുതലെടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നേരെ വന്ന് പറയുകയാണ് തിരുവനന്തപുരം നഗരസഭ രാജിവെക്കണം, ഇത് നഗരസഭയുടെ വീഴ്ചയാണ്, നഗരസഭയുടെ ജീവനക്കാരനാണ്. നഗരസഭയുടെ ജീവനക്കാരനായാലും കൊള്ളാം, ഇനി റെയിൽവേയുടെ ജീവനക്കാരനായാലും കൊള്ളാം, മാനുഷിക പരിഗണന നൽകേണ്ടതാണ്. ഞങ്ങളുടെ ജീവനക്കാരനല്ല. അല്ലാഞ്ഞിട്ട് പോലും ഞങ്ങളുടെ ആരാധ്യയായ മേയർ എത്ര മണിക്കൂറായി ഈ ഇവിടെ കാവലിരിക്കുന്നു എന്നറിയാമോ? ഇനി ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളാണ്. ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ശരി, പി കെ രാജു, ഞാൻ തിരിച്ചു വരാം. ഗായത്രി ബാബു, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മനുഷ്യജീവനാണ് അത്. എത്ര ചെറിയ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ എത്രമാത്രം സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിക്കോട്ടെ, ഒരു തൊഴിലാളി നമ്മുടെ ഒപ്പം ഇന്ന് രാവിലെ വരെ ആ അമ്മയോട് രാവിലെ 6 മണിക്ക് ഞാൻ തിരിച്ച് വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു മകനാണ് ഇതാ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. തിരുവനന്തപുരം റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയുടെ അകത്തളങ്ങളിൽ എവിടെയോ ആണ് ആ മനുഷ്യജീവൻ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊക്കെ, തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാനത്തെ എല്ലാ ആളുകളും വിചാരിച്ചിട്ടും മാധ്യമങ്ങൾ പോലും കിണഞ്ഞു ശ്രമിച്ചിട്ടും അവിടെ ആ റെയിൽവേയിൽ നിന്നൊരു ഉത്തരം കിട്ടാൻ സാധിക്കുന്നില്ല. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? അവിടെ ആ സ്ഥലത്ത് ജോയി എന്ന ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയപ്പോൾ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നഗരസഭ കത്ത് നൽകിയതിനെ സംബന്ധിച്ചും ഏറ്റവും അവസാനമായി നോട്ടീസ് നൽകിയതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ
തുടക്കത്തിൽ നമ്മളൊരു കത്ത് നൽകുകയോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ പലപ്പോഴും റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മേയറടക്കം നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഈ പ്രവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ അന്നായിരുന്നു ഒരുപക്ഷെ ശ്രീമാൻ ജോയി അദ്ദേഹം ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു. കാരണം നമ്മൾ ഓരോ ദിവസം വൈകുന്തോറും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ പ്രശ്നം എന്താണ് നമ്മൾ കാണണം. മഴ പെയ്യുമ്പോൾ ഇന്നിപ്പോൾ കളക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാം ഒരു ഗഷ് ഓഫ് വാട്ടർ, ഇങ്ങനെ വെള്ളം കുത്തായി ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മാലിന്യത്തോടൊപ്പം അദ്ദേഹം നീങ്ങിപ്പോകുന്നതായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നത്. ആ പ്രതീക്ഷയിൽ എവിടെയെങ്കിലും അദ്ദേഹം പിടിച്ച് നിൽപ്പുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തി അദ്ദേഹം ജീവന് വേണ്ടി നിൽക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചത് തീർച്ചയായും റെയിൽവേയുടെ അനാസ്ഥയാണ്. പക്ഷേ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോഴും കാണേണ്ടതുണ്ട്, നഗരസഭ ഈ റെയിൽവേയുടെ ഭാഗമായ ഈ ഓട നഗരസഭ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല. മേജർ ഇറിഗേഷൻ്റേതാണ് ആമയിഴഞ്ചാൻ തോട് ആകെയും. 1000-ലധികം പേർക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത നഗരസഭയ്ക്ക് ആമയിഴഞ്ചാൻ തോട് മേജർ ഇറിഗേഷൻ്റേതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട ഒരു കാര്യവുമില്ല. മേജർ ഇറിഗേഷൻ്റെ ഭാഗം വരുന്ന തോടിൻ്റെ വലിയ ഭാഗങ്ങൾ നഗരസഭ കാലാകാലങ്ങളായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ അടുത്തും ചെയ്തു, ഇറിഗേഷനും അതോടൊപ്പം ചേർന്നു. അപ്പോൾ നമുക്ക് റെയിൽവേയുടേതാണ് എന്ന് പറഞ്ഞ് പഴിചാരാനുള്ള യാതൊരു താല്പര്യവും നഗരസഭയ്ക്കില്ല. പോയത് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഒരു ജീവനാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് അതുപോലത്തെ കുറേ തൊഴിലാളികളാണ്. അവരെ ഒന്നും ഈ നഗരത്തിലെ മുഴുവൻ ഓടകൾ വൃത്തിയാക്കിയപ്പോഴും അവരെ ഒന്നും ഇത്തരം തോടുകളിൽ ഇറക്കി നിർത്തി ജോലി ചെയ്യുന്നത് നഗരസഭ ചെയ്തിട്ടില്ല. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മെഷീനറി ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച്, ഉപകരണങ്ങൾ ഉപയോഗിച്ച് കരയിൽ നിന്നുകൊണ്ട് അവരെ മാലിന്യം നീക്കം ചെയ്യാനേ നഗരസഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ, അതേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ റെയിൽവേ നേരിട്ട് 3 പേരെ അതിനകത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തൊഴിലാളികൾ എല്ലാം മറന്നുകൊണ്ട് അവർ ജീവത്യാഗം എന്നോണം അവരും അതിനകത്തേക്ക് ഫയർഫോഴ്സിനോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ. ഗായത്രി ബാബു, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നിങ്ങൾ രാവിലെ തൊട്ട് ഇതുവരെ നേരത്തെ ഡെപ്യൂട്ടി മേയറും ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളൊക്കെ അവിടെ വല്ലാതെ നിൽക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണെന്നുള്ളത് നിങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവിടെ റെയിൽവേ ഈ പറയുന്ന പോലെ നിങ്ങളുടെ നഗരസഭയുടെ നോട്ടീസ് കിട്ടിയതിന് ശേഷം എത്രയോ തവണ അത് ആവർത്തിച്ച് റിമൈൻഡറുകൾ കൊടുത്തതിന് ശേഷം അവസാനം അവർ ഒന്ന് ഇളകി അനങ്ങി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ 3 പേരെ ജോലിക്ക് ഏൽപ്പിച്ചു. ഒരു കോൺട്രാക്റ്റ് പണിയായിട്ടാണ് അത് ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ എന്ത് പണിക്ക് ആരെ ഏൽപ്പിച്ചു, എന്ത് ജോലിയാണ് അവരെ ഏൽപ്പിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണ്ടേ? അത് അറിയാൻ സാധിച്ചോ നിങ്ങൾക്ക്? ഇപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കിടക്കാം. ഇപ്പോൾ അവിടെ ഏകദേശം 65 മുതൽ 70 നഗരസഭാ തൊഴിലാളികൾ പൂർണ്ണസമയം നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അവരുടെ പേരുകൾ, അവരാരൊക്കെ ഏതൊക്കെ സർക്കിളിൽ നിന്ന് വരുന്നവരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് ഇപ്പോൾ തരാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾക്ക് അവരെ ഓരോരുത്തരുടെയും പേര് അവിടെ നേരിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാൻ കഴിയും. പക്ഷേ ഇവിടെ റെയിൽവേയുടെ ഭാഗമായുള്ള ഓടയുടെ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നു. ശരി, ഇദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായ സന്ദർഭത്തിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ നാട്ടുകാരെയും ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ടർ അറിഞ്ഞിരുന്നോ? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഇതൊരു ചോദ്യമാണ്. ആരാണ് ഈ പണി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്? ആരുടെയെങ്കിലും സൂപ്പർവിഷനിൽ നടന്നിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരാൾ നിരന്തരം നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? റെയിൽവേയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേയുടെ മരാമത്ത് വകുപ്പാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിലേതെങ്കിലും ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്നു? ഇപ്പോൾ പോലും ഇദ്ദേഹത്തെ കാണാതായ സമയത്ത് പോലും അവരുടെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു? ബഹുമാന്യനായ മന്ത്രി വരുമ്പോൾ പോലും അവിടെ റെയിൽവേയുടെ തൊട്ടടുത്താണ് റെയിൽവേ ഓഫീസ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ലേ? അവിടുത്തെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ വന്നു? മന്ത്രി വന്നപ്പോൾ പോലും ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യജീവനല്ല, ഈ നഗരത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഒക്കെയാണ്.
അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലിരിക്കുന്ന ഒരു ഓഫീസ്, കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള മോണിറ്ററിങ്ങിലുള്ള ഒരു ഓഫീസ്, അവർക്ക് ഈ നഗരത്തോടുള്ള പ്രതിബദ്ധത എത്രയാണ് എന്നതാണ് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ കാണുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ അവിടെ വന്ന് എത്തി നോക്കിയിട്ട് പോയി. പക്ഷെ മാധ്യമങ്ങൾ, ഞങ്ങളുടെ പ്രതിനിധി തന്നെ വിജിൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥയോട് എന്താണ് സംഭവിച്ചത്, ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിനകത്ത് ഒരു രണ്ടിലൊന്നും നമുക്ക് അറിയാൻ സാധിക്കുക, ഒരു വിശദീകരണം നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രതികരണവും നൽകാൻ തയ്യാറാകാതെ, അത് മാധ്യമത്തോട് കാണിച്ചതല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ജനപ്രതിനിധികളോട് മാത്രമല്ല, ഈ രാജ്യത്തോടാണ്, ഈ ജനങ്ങളോടാണ് ഇത്തരത്തിലൊരു ധാർഷ്ട്യം കാണിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഗായത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു കോൺട്രാക്റ്റ് പണി, ഒരു മോണിറ്റർ ചെയ്യാൻ ആളില്ല, കോൺട്രാക്ടർ ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവരെന്ത് ഉത്തരവാദിത്വത്തിലാണ് കൊടുത്തതെന്ന് റെയിൽവേക്ക് തന്നെ ആശങ്കയുണ്ടാകാം, അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാം, അതായിരിക്കും അവർക്ക് പറയാൻ പറ്റാത്തത്. ഇത് തന്നെയാണ് അവിടുത്തെ എല്ലാ പണിക്കും, നമുക്കത് പറയേണ്ടി വരുന്നു. ഇപ്പോൾ റെയിൽവേയിൽ ഭക്ഷണം തൊഴിലാളികളാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് കൊടുക്കുന്നത് ഓരോ ട്രെയിനിലും പോകുമ്പോൾ അത് ഓരോ കോൺട്രാക്ട് പണിയായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനി ട്രെയിൻ ഓടിക്കുന്നത് തന്നെ കോൺട്രാക്ട് പണി പോലെ ഓരോ പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെയുള്ള പണികളുടെ ഒരു സമാന്തരമായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ ഈ ഘട്ടത്തിൽ നമുക്ക് എവിടെ പോയി എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട്, റെയിൽവേക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള രോഷം കൊണ്ടാണ്. ഒരു കാര്യം കൂടി, ഞാൻ എന്നിട്ട് അമീർ ഷായിലേക്ക് പോകാം. ഗായത്രി, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗം, തിരുവനന്തപുരത്തിൻ്റെ ഒരു ചിത്രം എന്നുള്ളതാണ് ഈ തമ്പാനൂർ എന്ന് പറയുന്നത്. അവിടെ റെയിൽവേക്ക് ഇത്തരത്തിൽ ഒരു അനാസ്ഥ കാണിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും ഇതവിടെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ഇത് കൃത്യമായി തന്നെ ടേക്കപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ഇൻസിഡൻ്റായി ഗായത്രി കാണുന്നുണ്ടോ? തീർച്ചയായും ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇതിപ്പോൾ ഇന്ന് കൊണ്ടുണ്ടായ ഒരു സംഭവമായി നമുക്കിതിനെ ഒതുക്കാൻ കഴിയില്ല. ദാരുണമായി അദ്ദേഹം കാണാതായി എങ്കിലും കുറേ നാളുകളായുള്ള മാലിന്യ നിക്ഷേപം എന്നൊരു ചരിത്രം ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. എത്ര ട്രെയിനുകളാണ് ഒരു ദിവസം തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ വരുന്നത്? അപ്പോൾ ആ ട്രെയിനുകളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ, അവിടെ സഞ്ചരിക്കുന്ന ആളുകൾ, റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർ, ഇവരുടെയൊക്കെ മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നു? റെയിൽവേ ഇത് മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത്രയും വലിയ സംവിധാനമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ റെയിൽവേ, ഈ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ്, എന്ത് സംവിധാനമാണ്? റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. അതെ. ഇപ്പം അതടക്കം ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കരാറുവൽക്കരിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ആ മേഖലയിലെ മാലിന്യ സംസ്കരണം പ്രധാനപ്പെട്ടതല്ലേ? എങ്ങനെയാണ് മാലിന്യം തിരുവനന്തപുരം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമായി മാറുന്നത്? എന്തുകൊണ്ട് ഇത്തരം ദാരുണമായ ഒരു സംഭവം സന്ദർശിക്കാൻ, അവിടെ രക്ഷാപ്രവർത്തനം സന്ദർശിക്കാൻ എത്തിയ ആളുകൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാതെ നേരിട്ട് എത്രയും വേഗം അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ചുമതലയെല്ലാം നഗരസഭയുടെ മാത്രമാക്കി ധൃതിപ്പെട്ടു വെച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷരാകുന്നു? അപ്പോൾ എന്താണ് ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ വലിയ വീഴ്ചയാണിത്. മാലിന്യം അവിടെ കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നതടക്കം റെയിൽവേയുടെ വലിയൊരു പങ്ക് അതിന് നമുക്ക് കാണാൻ സാധിക്കും. ഗായത്രി അത് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. ഇപ്പോൾ ഇതിനകത്ത് റെയിൽവേക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ എന്നുള്ളത്, അതായത് ഈ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ പണി അറിയാവുന്ന, അല്ലെങ്കിൽ എന്ത് പണിയാണ് ഏൽപ്പിച്ചതെന്ന് കൃത്യമായി മനസ്സിലാകാത്ത ഒരു ടെൻഡർ ഏൽപ്പിക്കുന്നു. ആ ടെൻഡറിൽ ഏതോ 3 പേർ വന്ന് ആ ടെൻഡർക്കാരന് മാത്രം, അത് ടെൻഡർ എടുത്ത ആളിന് മാത്രം അറിയാവുന്ന രീതിയിൽ 3 പേർ വരുന്നു. എനിക്ക് തോന്നുന്നത്, ഈ പറയുന്ന ഒരു സംശയം തോന്നിയതാണ്, പലരും പറയുന്നത് കേട്ടു, ഈ ജോയ് പോലും ഒരു ആക്രി പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ആമയഞ്ചാൻ തോട്ടിൽ ഒരുപാട് വേസ്റ്റുകളുണ്ട്, അത് ജോയിയോട് എടുത്ത് പറക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് ചിലരൊക്കെ. അങ്ങനെ ആൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി ജോയിക്ക് അറിയാതെ അതിലേക്ക് ഇറങ്ങിപ്പോയതാണോ എന്നുള്ള അത്ര ഭീകരമായ ഒരു അവസ്ഥയാണോ അവിടെ ഉള്ളത്? തീർച്ചയായും അത് സംശയിക്കേണ്ടുന്ന ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യം ഓടകളിൽ നിന്ന് നീക്കം ചെയ്യുകയും കൃത്യമായി ശുചീകരണ പ്രവർത്തനവും ചെയ്യുന്ന തിരുവനന്തപുരത്ത് നഗരത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം തിരുവനന്തപുരം നഗരസഭയുടേതാണ്. നമ്മളോടൊന്ന് ചോദിക്കാമല്ലോ, ഇവർക്കിത്
കൃത്യമായി ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്തുകൊണ്ട് കൺസൾട്ട് ചെയ്തുകൂടാ? എത്ര നാളുകളായി സെക്രട്ടറിയും മേയറും അടക്കമുള്ള ആളുകൾ നഗരസഭ നേരിട്ടും അല്ലാതെയും അവർക്ക് എത്ര കത്തുകൾ, എത്ര സംഭാഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഞങ്ങൾക്കൊരു സഹായം വേണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരണം. ആരാ പറഞ്ഞു കൊടുക്കാത്തത്? നമ്മൾ ഏത് വിധത്തിലും സഹായിക്കാൻ നഗരസഭ തയ്യാറായിരുന്നില്ലേ? മുമ്പ് ഞങ്ങൾ തന്നെ ഇത് വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ചെന്നതല്ലേ? അപ്പോൾ തൊട്ടുപോകരുത്, കേസെടുത്ത് കളയുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഇതിനെ ഇത്ര മോശമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചിട്ട് അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ തീർച്ചയായും നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സംശയിക്കേണ്ടുന്നതായ ചില മറവുകൾ, ഒളിവുകൾ ഇതിലുണ്ടോ എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ വരാം. ശുചിത്വ മിഷൻ്റെ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ കൂടിയുണ്ട്. അമീർ ഷാ, ഇവിടെ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മാലിന്യങ്ങൾ കാണുമ്പോൾ അതെന്താണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അത് സംസ്കരിക്കുന്നതിനെക്കുറിച്ച്, അതിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ക്യാമ്പയിൻ ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ശുചിത്വ മിഷനൊക്കെ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് റെയിൽവേയോട് നിങ്ങൾ സംസാരിച്ചില്ലേ? റെയിൽവേക്ക് ഈ പറയുന്ന ആമേഴഞ്ചാൻ തോട്ടിൽ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കാൻ എങ്ങനെ സാധിച്ചു? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സംബന്ധിച്ച് പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏരിയയിലേക്ക് വരികയും അത് നദികളെയും അതുപോലെ തന്നെ മറ്റ് ജലസ്രോതസ്സുകളെയും നമ്മുടെ കരഭാഗങ്ങളെയും മലിനപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവിമാർ തന്നെ നേരിട്ട് റെയിൽവേ അധികൃതരെ മീറ്റിംഗിന് വിളിക്കുകയും ഒന്നിലധികം മീറ്റിങ്ങുകൾക്ക് വിളിക്കുകയും കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ആ യോഗത്തിൽ പങ്കെടുത്ത ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ റെയിൽവേയെ അറിയിക്കുകയും അതിനോടൊപ്പം തന്നെ വിദഗ്ധ ഉപദേശം അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അത്രയും കാലയളവ് ആയിട്ട് പോലും ഒരു സമഗ്രമായ പരിപാടി തയ്യാറാക്കിക്കൊണ്ട് റെയിൽവേയിൽ ഉണ്ടാകുന്ന മാലിന്യത്തെ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിലേക്ക് നമ്മെ നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ആമേഴഞ്ചാൻ തോട് റെയിൽവേ ഏരിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന മാലിന്യം അവിടെ വീഴാതെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും റെയിൽവേക്കാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഏജൻസികളെ കരാറെടുത്തുകൊണ്ടായിരിക്കും മാലിന്യ സംസ്കരണം നടത്തുന്നത്. ഇത് കൃത്യമായ ഒരു രേഖ പുറത്തുവിടുന്ന ഒരു പതിവോ അതല്ലെങ്കിൽ അധികൃതരെ അറിയിക്കുന്ന ഒരു പതിവോ അതല്ലെങ്കിൽ നഗരസഭയും ശുചിത്വ മിഷനും പോലെയുള്ള ഏജൻസികളുമായി കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു സമീപനത്തിലേക്ക് എത്തുന്ന രീതിയോ കാണുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അംഗീകാരമില്ലാത്ത ഏജൻസികൾ ടെൻഡറുകളിൽ പങ്കെടുക്കുകയും അവര് റെയിൽവേയിൽ ഉണ്ടാകുന്ന വളരെ ഭീമമായ മാലിന്യം, ഭീമമായ അളവിലുള്ള ജൈവവും അജൈവവും ഉൾപ്പെടെയുള്ള അഴുകുന്നതും അഴുകാത്തതുമായ മാലിന്യങ്ങൾ അവർ ശേഖരിക്കുകയും റെയിൽവേ ഏരിയയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് അശാസ്ത്രീയമായി അവ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെ ഉണ്ടാകുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാലിന്യമൊന്നുമല്ല, വലിയ രീതിയിലുള്ള പല വെറൈറ്റി ഓഫ് മാലിന്യങ്ങൾ തന്നെ അവിടെ ആ സ്റ്റേഷനുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ഒരു മിഷന് പോലും അത് അറിയാനുള്ള ഒരു സന്ദർഭം വളരെ പരിമിതമാണ്. നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അമീർ ഷാ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു തരത്തിൽ അവിടെ പോയി നിന്ന് കൊടുക്കുന്നൊരവസ്ഥ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യും എന്നൊക്കെ തോന്നുന്നത് പോലെയുണ്ട് പറയുന്നത് കേട്ടപ്പോൾ. അതിലെന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ അവിടെ? അല്ല, ഇതിൽ പരിമിതിയില്ല. കാരണം കൃത്യമായ റെയിൽവേ അധികൃതർക്ക്, അതായത് അവിടെ രൂപപ്പെടുന്ന മാലിന്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്, ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന സാനിറ്ററി മാലിന്യമുണ്ട്, അവിടുത്തെ ക്യാൻറ്റീനിൽ മറ്റും ഉണ്ടാകുന്ന മാലിന്യമുണ്ട്. അപ്പൊ ഇത് ശേഖരിക്കുന്നതിന് കൃത്യമായ സംവിധാനം ശുചിത്വ മിഷനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. ക്ലീൻ കേരള കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി തന്നെ അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് റീസൈക്ലിങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഇത്തരം ഏജൻസികളുമായി കരാർ ഏർപ്പെട്ടിരിക്കുന്ന അംഗീകൃത ഏജൻസികൾ മുഖേന മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്ന് നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരത് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യാത്ത സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരസഭ നിയമപരമായി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം നഗരസഭ കൃത്യമായി അവർക്ക് നോട്ടീസ് കൊടുത്തു. അവിടുത്തെ മാലിന്യം സംസ്കരിക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ സംവിധാനത്തിലേക്ക് വരേണ്ടതുണ്ട്, തോടുകൾ ക്ലീൻ പ്രത്യേകമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംവിധാനങ്ങളും ഇത്തരം അതോറിറ്റികളും നിരന്തരമായി റെയിൽവേക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അതിലേക്ക് ഒരു സംയുക്ത ചർച്ച നടത്തി ഒരു കർമ്മപരിപാടി ഉണ്ടാക്കി ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി പോകുന്നതിൽ അപാകത ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തു, ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ 19-ാം തീയതി ജൂൺ മാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൊടുത്ത ഒരു നോട്ടീസിന് 7 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരു 17 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി
അവിടെ ഒരു 2-3 പേരെ ഏൽപ്പിച്ചു, ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അംഗീകൃതമായ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയും നടന്നതായി കാണുന്നില്ല. അമിത്ഷാ, അതെ, ഇത് മാലിന്യം ആമേഴഞ്ചാൻ തോട്ടിലേക്ക് വരാതിരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന മാലിന്യത്തെ ശാസ്ത്രീയമായി അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും. ഇങ്ങനെ മാലിന്യം വരാതെ നോക്കണമെങ്കിൽ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും സംവിധാനം ഉണ്ടാകണം. മാലിന്യം നീക്കണമെങ്കിൽ അതിന് കൃത്യമായ ചില പ്രോട്ടോകോളുകളുണ്ട്. അതിന് ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ മാലിന്യം നീക്കം ചെയ്യണം, അതിന് മുൻകരുതൽ എന്തൊക്കെ സ്വീകരിക്കണം, അവിടെ ഒരു മനുഷ്യൻ ഇറങ്ങി വൃത്തിയാക്കണമെന്ന സ്ഥലമാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച വ്യവസ്ഥകളുണ്ട്. ഇത് പാലിക്കാതെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മനുഷ്യനെ അതിനകത്തേക്ക് ഇറക്കി വിടുകയും അവിടെ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത് ആരും അറിയുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ 2-3 തൊഴിലാളികൾ വരുന്നു, ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആമേഴഞ്ചാൻ തോടിന്റെ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും റെയിൽവേയുമായി ബന്ധപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ അതിനകത്തുകൂടി കടന്നു പോകുന്ന സാഹചര്യം പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യനെ ഇറക്കുമ്പോൾ പാലിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട്, അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം ഇവിടെ ഒരു നിഗമനത്തിൽ. ശരി, ഞാൻ ഇതിൻ്റെ വളരെ അകത്തേക്ക് കയറിയുള്ള ചില കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് അടുത്ത ഒരു ടേണിൽ നോക്കാം. ഞാൻ ശ്രീ പി കെ രാജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഗായത്രി ബാബുവും ആ സംശയം പ്രകടിപ്പിച്ചു ഞാൻ ചോദിച്ചപ്പോൾ. അതായത് ഈ പറഞ്ഞ 3 പേര് അവിടെ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഈ 3 പേർക്കും ഒരു ശാസ്ത്രീയമായ, അവരും തൊഴിലാളികളായിരിക്കും, അവർക്ക് ഒരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു, അവർ ജോലി ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ അവർ ആ ജോലി ഏൽപ്പിച്ച റെയിൽവേക്ക് ഒരു ഗൗരവമായ ശാസ്ത്രീയമായ സമീപനം അതിനകത്തില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അംഗീകൃത ഏജൻസികളിലേക്ക് അവരുമായി സംസാരിച്ച് ഈ മാലിന്യം അവിടെ നിന്ന് മാറ്റി എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഉള്ളപ്പോൾ ഈ ജോയിയെ ഇതിനകത്തേക്ക് ഈ ആക്രി സാധനങ്ങൾ, ഒരുപാട് വേസ്റ്റുകളുണ്ട്, അത് ജോയിക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതിനപ്പുറം ഒരു സമീപനവും റെയിൽവേയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ കാണേണ്ടി വരുമോ? അത്ര ഒരു ലാപ്സാണോ അവിടെ ഉണ്ടായിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഒരു വിറ്റുചരക്കായി കാണുന്നവരാണ് ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത്. ശ്രീലാലെ, ഞാനിവിടെ വന്നിട്ട് 10-12 മണിക്കൂറാകാൻ പോകുന്നു. 10-12 മണിക്കൂറായി. ഈ റെയിൽവേ ട്രാക്കുകളിലെ സ്റ്റാളുകളും ക്യാൻറ്റീനുകളും, ഒരൊറ്റ സ്റ്റാളുകൾക്കും ക്യാൻറ്റീനോ നഗരസഭയുടെ ലൈസൻസ് ഇല്ലാത്തവരാണ്. ഞാൻ ചോദിച്ചു, നഗരസഭയുടെ ലൈസൻസ് ഉണ്ടോ, ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ? ഒന്നുമില്ല. അവർ ഈ മാലിന്യം എവിടെയാണ് കൊണ്ടുപോകുന്നത്? അവരെല്ലാവരും നിക്ഷേപിക്കുന്നത് ഈ ആമേഴഞ്ചാൻ തോട്ടിലാണ്, എല്ലാവരും. കാരണം ഒരു സാധാരണക്കാരൻ ലൈസൻസ് എടുക്കാൻ പോയാൽ പിന്നെ ഹരിതകർമ്മസേനയുടെ അവരുടെ എല്ലാ മാസവും പൈസ അടയ്ക്കുന്നതിൻ്റെ പിന്നെ വൗച്ചർ കാണിക്കണം, പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാണിക്കണം, നഗരസഭയുടെ ലൈസൻസ് കാണിക്കണം, പിന്നെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇതെല്ലാം. ഇതൊന്നുമില്ല ഇവിടെ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നാഥനില്ല കളരിയായാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ മാസ്റ്റർ, അതിന് ഡിവിഷണൽ അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ മാനേജർമാർ, ആര് ചോദിക്കാനും പറയുവാനും ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. ഈ കടക്കാർ, ഈ പറയുന്ന സ്റ്റാളുകളുടെ ഉടമകളെല്ലാം എവിടെയാണ് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്? ശ്രീമതി ഗായത്രി ബാബു പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചെയർപേഴ്സൺ വളരെ അടിവരയിട്ട് പറഞ്ഞല്ലോ. എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു സ്ഥാപനമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അത് എവിടെയാണ് കൊണ്ടുപോകുന്നത് കൃത്യമായി എനിക്ക് കണക്കുണ്ട്. എല്ലാ നഗരസഭയുടെ 10-25,000 നഗരസഭയുടെ ഈ തിരുവനന്തപുരം നഗരത്തിലെ 25,000 ലൈസൻസുകൾക്കും എവിടെയാണ് ഈ മാലിന്യം കൊണ്ടുപോകുന്നത്, എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഹരിതകർമ്മ സേനയെ ഏൽപ്പിച്ചിട്ട് ഈ റെയിൽവേക്ക് മാത്രം കൊമ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റയാൾക്ക് ലൈസൻസ് ഇല്ല, അങ്ങേക്ക് പരിശോധിക്കാം. ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കോടൊപ്പം ചോദിക്കാം, ഒരു സ്ഥലത്ത് ലൈസൻസ് ഇല്ല. ഇവരെവിടെയാണ് മാലിന്യം നിഷേധിക്കുന്നത്? ഈ ആമേഴഞ്ചാൻ റോഡിലാണ് തള്ളുന്നത്. അത് ചോദിക്കാനുള്ള അവകാശപ്പെട്ടിട്ട് അത് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അത് ഞാൻ അങ്ങയോട് പറയാം. അങ്ങയോട് ഞാനൊരു കാര്യം പറയാം. ശ്രീമാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് VK പ്രശാന്ത് തിരുവനന്തപുരത്തെ മേയറായിരിക്കുമ്പോൾ ഇതിനകത്ത് മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ തൊഴിലാളികളെ ഇതിനകത്ത് കയറ്റി ഈ ആമേഴഞ്ചാൻ റോഡിലെ മാലിന്യങ്ങൾ കരയിൽ നിന്നും എടുക്കുന്നതിന് അവർക്കെതിരെ കേസെടുത്ത് നിലവിൽ കേസുണ്ട്, റെയിൽവേ കേസുണ്ട്.
ഇപ്പോഴും കേസ് പറയുകയാണ്. 7 വർഷമായി റെയിൽവേയോട് കേസ് പറയുകയാണ് ഉദ്യോഗസ്ഥരെ. ഇതിനകത്ത് ഞങ്ങളെ പ്രവേശിക്കാൻ സമ്മതിക്കില്ല. പ്രവേശിക്കാൻ അവർ അനുവാദം തരില്ല. ലൈസൻസ് പരിശോധിക്കാൻ അനുവാദം തരില്ല. മാലിന്യം എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഈ ഗേറ്റിനകത്ത്, ഈ കോമ്പൗണ്ടിനകത്ത് കയറാൻ ഈ റെയിൽവേ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ ആർക്കെങ്കിലും, ഏതെങ്കിലും റെയിൽവേ യാത്രക്കാരന് എന്തെങ്കിലും പോയിസൺ ഉണ്ടായ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരം പറയും? തിരുവനന്തപുരം നഗരസഭയുടെ ലൈസൻസ് ഉണ്ടോ? ഇല്ല. അങ്ങ് പരിശോധിച്ച് നോക്കണം. എന്താണ് ഇവിടെ കാണിക്കുന്നവർ? എനിക്ക് ഏറ്റവും വലിയ പ്രയാസം 8 പേര് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സഹോദരങ്ങളും സഹോദരിമാരും ഉള്ളതാണ്. ഈ നഗരത്തിൻ്റെ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ, ഈ നഗരത്തിൻ്റെ മേയർ എന്ന നിലയിൽ ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമോ? അല്ലെങ്കിൽ ഈ ജീവനക്കാരെ, നിങ്ങൾക്ക് ആ തൊഴിലാളികൾക്ക് എന്താണ് ആവശ്യം? അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ അവർ 6 മണി വരെ തയ്യാറായില്ല. കളക്ടർ വന്നതിന് ശേഷമാണ് അവിടെ ഇവിടുത്തെ ഒരു എഞ്ചിനീയർ തന്നെ വന്നത്. കളക്ടറും മേയറും ഒക്കെ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ വന്ന് എത്തി നോക്കി. അങ്ങനെയാണോ ഡിവിഷണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു ലേഡി, ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു. തോട്ടിലേക്ക് അവിടുത്തെ ഭക്ഷണശാലകളിൽ നിന്നുള്ള വേസ്റ്റ് വരെ കൊണ്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അങ്ങയുടെ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ മേയർ രാജിവെക്കണം ഈ സംഭവത്തിൽ എന്ന് അങ്ങയോട് ഉൾപ്പെടെ രാവിലെ പറഞ്ഞ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാക്കളുണ്ടല്ലോ. അവര് ഇതൊന്നും കാണുന്നില്ലായിരുന്നോ? ഈ കാര്യത്തിലൊന്നും അവർക്ക് ഇപ്പോൾ അനങ്ങുന്നില്ലേ? അല്ല, അവർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ ഇന്ന് വരെ രാജിവെക്കണം. അതുവരെ 5 വർഷം വരുമ്പോൾ ഞങ്ങൾ രാജിവെക്കേണ്ട, ഞങ്ങളെ കാലാവധി കഴിഞ്ഞ് പൊയ്ക്കോളൂ. ഞാൻ അതല്ല പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് നടന്ന, ഒരു അപകടം സംഭവിച്ച സ്ഥലത്ത് എത്തി നോക്കാതെ നേരെ വന്ന് ചാനലിനോട് പറയുകയാണ് നഗരസഭയുടെ വീഴ്ചയാണ്. നഗരസഭയുടെ പാവപ്പെട്ട ജീവനക്കാരൻ മരണപ്പെട്ടെന്ന് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. മരണപ്പെടാത്ത ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. നഗരസഭ രാജിവെക്കണമെന്ന് പറയുന്നു. നഗരസഭയുടെ അനാസ്ഥ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അനാസ്ഥ റെയിൽവേയുടെയാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അദ്ദേഹം സംസാരിച്ച് പറഞ്ഞു റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. അതാണ് അത് ചെയ്യേണ്ടത്. റെയിൽവേ വകുപ്പിൻ്റെ പിടിപ്പുകേടിന് നഗരസഭയുടെ തലയിൽ ഭരണസമിതി 100 കൗൺസിലർമാർ. ഇവിടെ പ്രതിപക്ഷമില്ല, നഗരസഭയ്ക്ക് പ്രതിപക്ഷമില്ല, മുനിസിപ്പാലിറ്റി ആക്ടിൽ പ്രതിപക്ഷമൊന്നും സാധനമില്ല. ഭരണസമിതി അംഗങ്ങളാണ് 100 പേരും. റെയിൽവേയിൽ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? നഗരസഭയ്ക്ക് ഇവിടെ ഒരു ജീവനക്കാരൻ മരിച്ചാൽ ഞങ്ങൾക്ക് ബാധ്യത? ഞങ്ങൾക്ക് ഉണ്ട്. മാനുഷിക പരിഗണന കൊടുത്തിട്ട് 24 വയസ്സ് പ്രായമുള്ള മേയർ ഇവിടെ വന്നതുകൊണ്ട് രാവിലെ മുതൽ ഈ നിമിഷം വരെ ഇവിടെ നിന്നിട്ട് ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കാതെ നേരിട്ട് പറയുകയാണ്, 4 വോട്ടിന് വേണ്ടി പറയുകയാണ് മേയർ രാജിവെക്കണം. ആ അപകടം സന്ദർശിച്ച അവരുടെ ബന്ധുക്കളോട് വന്നിട്ടുണ്ടോ? ഈ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ പറയാം? ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണ് ഒരു ചാനൽ. നഗരസഭയുടെ കൊടും വീഴ്ച, നഗരസഭയുടെ ജീവനക്കാരനാണോ പിന്നെ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്? അപകടത്തിൽപ്പെട്ടാലും മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ചുമതലയാണ്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്, തിരുവനന്തപുരം നഗരസഭയുടെ ചുമതലയാണ്. ഇതാണ് ഞങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടർ ഇതുവരെ പോയിട്ടില്ലല്ലോ. എവിടെ ഈ രാജിവെക്കണമെന്ന് പറഞ്ഞ ആൾ? ഞങ്ങൾ ഈ മണ്ണും ചെളിയിലും നിൽക്കുമ്പോഴും വെള്ളയും ഷർട്ടിട്ടിട്ട് അവിടെ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അതുവഴിയൊക്കെ കടന്നു പോവുകയല്ലാതെ ഇവിടെ എന്തേ നിൽക്കാത്ത? അങ്ങനെ അവർ പ്രതിപക്ഷമാണെന്ന് അവർ സ്വയം അവകാശപ്പെടുന്നവർ ഇവിടെ നിൽക്കണ്ടേ? ഈ ഞങ്ങൾ പോകും വരെ ഇവിടെ നിൽക്കണ്ടേ? ആ പ്രിയ സഹോദരനെ കണ്ടു കിട്ടുന്നത് വരെ ഇവർ നിൽക്കണ്ടേ? ഒന്നും പറയാതെ നേരിട്ട് വന്നിട്ട് പറയുകയാണ് രാജിവെക്കണം. ഇതെന്തോ ആര് രാജിവെക്കണമെന്നാണ് പറയുന്നത്? ആ റെയിൽവേ രാജിവെക്കണമെന്നാണ്, റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ രാജിവെക്കണമെന്നാണ്. മാനമര്യാദ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ പറയണം റെയിൽവേ മന്ത്രി രാജിവെക്കണം, റെയിൽവേ ഡിവിഷൻ അസിസ്റ്റൻറ്റ് രാജിവെക്കണം, ഇവിടുത്തെ റെയിൽവേ DYSP ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ടർ ഓഫ് പോലീസുണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുണ്ട്, ഹെൽത്ത് വിഭാഗമുണ്ട്, പൊതുമരാമത്തുണ്ട്, റെയിൽവേക്കെല്ലാം ഉണ്ട്. കോർപ്പറേഷൻ എങ്ങനെയുണ്ടോ അതുപോലെ എല്ലാ റെയിൽവേക്കുമുണ്ട്. അക്കാര്യത്തിൽ കുറ്റക്കാരായ ആളുകളെ കണ്ടുപിടിച്ച് അവരെ പുറത്താക്കുകയോ അവരെ നിയമപരമായി അവർക്കെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടത്. അത് ആര് ചെയ്യുന്നതാണ് അറിയേണ്ടത്. ഞാൻ വരാം. ഗായത്രി ബാബു, അത് അങ്ങനെ ഒരു കാര്യം അവിടെ നിൽക്കുകയാണല്ലോ. അത്തരത്തിലുള്ള ആക്ഷൻ എടുക്കുന്നതിന് എന്താണ് ഇവിടെ തടസ്സമായിട്ടുള്ളത്? ഇന്നിപ്പോൾ മന്ത്രി ശ്രീ ശിവൻകുട്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയ കാര്യം വാർത്തയായി വന്നിട്ടുണ്ട്, ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായി. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായി റെയിൽവേ അത്തരം ഒരു അന്വേഷണത്തിന് ഇതുവരെ ഉത്തരവിട്ടതായി അറിയാമോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് കാണാതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരോ സ്ഥലമോ എങ്കിലും റെയിൽവേക്ക് അറിയാമോ എന്നത് സംശയമാണ്.
ഈ വിഷയം അറിഞ്ഞ ഉടൻ നമ്മൾ റെയിൽവേ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത് ശരിക്കും ഒരു തമാശയല്ല, ഇത് വളരെ ഗുരുതരമായ സങ്കടകരമായ ഒരു വസ്തുതയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം, കേന്ദ്ര സർക്കാരിന് കീഴിൽ നേരിട്ട് വരുന്ന ഏറ്റവും വലിയ ഒരു മേഖല, ആ മേഖലയിൽ നടക്കുന്ന ഒരു അനാസ്ഥ, അതിനെ ചൊല്ലി ഒരു അന്വേഷണം നടക്കുമോ ഇല്ലയോ, ഇതൊക്കെ നമുക്കിങ്ങനെ ഇരുട്ടത്ത് തപ്പുന്നത് പോലെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് വസ്തുത. നേരത്തെ അത് പറയേണ്ട ആളുകളൊക്കെ ഇവിടെ വന്ന് നഗരസഭാ അധ്യക്ഷ രാജിവെക്കണം, നിങ്ങളൊക്കെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അവർക്കൊക്കെയാണ് ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്നത്. അവരത് ഇടപെടുന്നില്ല എന്നുള്ളത് വല്ലാത്ത കഷ്ടമാണ്. അവസാനം വോട്ട് കിട്ടാൻ വേണ്ടി അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുണ്ട്, അതിനിത് ഉപയോഗപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിരുന്നത് നിർഭാഗ്യവശാൽ ഒരു പാവപ്പെട്ട ജീവൻ ഈ ആമേഴഞ്ചാൻ തോടിനകത്തായി പോയിട്ടുണ്ട്. പാവപ്പെട്ട ഒരു ആക്രമിറക്കി നടന്ന് ജീവിച്ച ഒരു മനുഷ്യൻ, അയാളുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാം, ഇത് നഗരസഭയുടെ ഉത്തരവാദിത്വമായിരുന്നെങ്കിൽ എന്ന് കരുതിപ്പോയ ഒരു നിമിഷമുണ്ട്. അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിന്നു എന്ന് പറയുന്നത് സ്വയം വിമർശനപരമായി തന്നെ വളരെ കഷ്ടമെന്ന് പറയേണ്ടി വരുന്നു. ഗായത്രി പറഞ്ഞോളൂ. ഇവിടെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്, നമുക്ക് കഷ്ടം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ വളരെ വൈകിയ വേളയിൽ ഒരു ഉദ്യോഗസ്ഥ വന്നു എന്ന് പറയുന്നു, നമ്മൾ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഒരാൾക്കെങ്കിലും ഈ സമയത്തെങ്കിലും വൈകിയാണെങ്കിലും വരാൻ തോന്നിയല്ലോ, നല്ല കാര്യം. പക്ഷേ തുടർന്ന് ഇനി എന്ത്? നമ്മൾ ഒരു കാര്യം എല്ലാവരോടും, അതിനി ആര് രാജിവെക്കണമെന്ന് പറഞ്ഞ് ആരൊക്കെ മുന്നോട്ട് വന്നാലും ശരി, ആരൊക്കെ നമുക്കെതിരെ തിരിഞ്ഞാലും ശരി, കൂടെ നിന്നാലും ശരി, ഇവിടെ അവസാനം വരെ അദ്ദേഹത്തെ കണ്ടു കിട്ടുന്നതുവരെയും ഈ പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെയും നഗരസഭയും ഹെൽത്ത് വിഭാഗവും അതിൻ്റെ തൊഴിലാളികളാകുന്ന മനുഷ്യരാകമാനവും അവസാനം വരെ ആ പ്രദേശത്തുണ്ടാകും. അവിടെ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള മേജർ ഇറിഗേഷൻ്റെ തോടടക്കമുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ബാക്കി ജീവനക്കാരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി ഇത് എൻ്റേതല്ല നിൻ്റേതാണ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് പോലെ നിൽക്കാൻ നഗരസഭയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. തുടർന്ന് നിങ്ങളിനിയും ഇപ്പോഴും നമ്മൾ പറയാൻ തയ്യാറാണ്, നിങ്ങൾക്കിനി ഇത് പറ്റില്ല എങ്കിൽ, നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇതിനുള്ള ശേഷി നിങ്ങൾക്കില്ല, കഴിയില്ല എന്നൊന്ന് എഴുതി തന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഈ ഭാഗവും കൂടി ഏറ്റെടുത്ത് വൃത്തിയാക്കിക്കോളാം. സാധാരണ നഗരത്തിലുള്ള മറ്റോടകൾ പോലെ, തോടുകൾ പോലെ ഇതും ഏറ്റെടുത്ത് ചെയ്യാൻ നഗരസഭയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത്തരത്തിൽ ആളുകളെ അതിനകത്ത് ഇറക്കിക്കൊണ്ട് മനുഷ്യത്വരഹിതമായ രീതിയിൽ വൃത്തിയാക്കുകയല്ല പകരം, ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ ജെൻ റോബോട്ടിക്സിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ബന്ദിക്കൂട്ട് എന്ന് പറയുന്നൊരു സംവിധാനം അവിടെ എത്തിയിട്ടുണ്ട്. മാൻഹോളിൽ റോബോട്ടിക് സംവിധാനത്തിലൂടെ ഇറങ്ങി, ആളെ ഇറക്കാതെ റോബോട്ടിക് സംവിധാനം ഇറങ്ങി ശുചിയാക്കുന്നതും അതിനകത്തുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക സംവിധാനം അതിവിടെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തുകൊള്ളാം, നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നതാണ് ഇപ്പോൾ അവരോട് പറയാനുള്ളത്. ആ തരത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം തിരുവനന്തപുരം നഗരസഭ കാണിക്കുമ്പോൾ അവിടെ വേറൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളൊക്കെ ഗായത്രിയൊക്കെ കാണുന്നതല്ലേ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ നിർഭാഗ്യവശാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ജോയിയുടെ ജീവനൊരു അപകടം പറ്റാതിരിക്കട്ടെ, അത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു നിർഭാഗ്യകരമായൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലും ഇത് കൃത്യമായ അന്വേഷണം നടക്കണം, റിപ്പോർട്ടുണ്ടാകണം. അത്തരം ഒരു അപകടത്തിലേക്ക് കാരണക്കാരായ ആളുകൾ ഇനി ജീവൻ രക്ഷപ്പെട്ട് തിരിച്ചെത്തുമ്പോൾ പോലും ആ സംഭവത്തിലേക്ക് അയാളെ കൊണ്ടുവന്ന് എത്തിച്ച സംവിധാനത്തിന് ഉത്തരവാദി ആരാണ് എന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടി വേണ്ടേ? തീർച്ചയായും വേണം. പക്ഷേ അതൊക്കെ ഇവിടെ ഇരുന്ന് നേരത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ നിരവധി കത്തുകളും അവസാനം പ്രോസിക്യൂഷൻ ഇടപെട്ട് നമുക്ക് നോട്ടീസ് അടക്കം നൽകേണ്ടി വന്നപ്പോഴാണല്ലോ ഈ ഒരു ചെറിയ കാര്യത്തിൽ അവർ ആക്ട് ചെയ്തത്. അപ്പോൾ ഇത്ര ഗൗരവതരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എത്ര കത്ത് കൊടുത്താലാണ് അവരുടെ ഇടയിലുള്ള ഇൻറ്റേർണൽ പരിശോധനയെങ്കിലും നടത്തുക എന്ന് നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായും നഗരസഭ ഇതിന്മേൽ റെയിൽവേ ഒരു അന്വേഷണം വളരെ വിശദമായി നടത്തണം, ഗൗരവപരമായി നടത്തണമെന്ന ഒരു അഭിപ്രായം നഗരസഭയ്ക്കുണ്ട്. അതൊരു കുറിപ്പായി തന്നെ അവർക്ക് നൽകും. പറ്റുമെങ്കിൽ റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ കേന്ദ്ര വകുപ്പുമായി ബന്ധപ്പെട്ട് മേയറടക്കമുള്ള ആളുകൾ നഗരസഭ മുഖേന ബന്ധപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നഗരത്തിലാകമാനം ഇത് ചർച്ചയാവണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നഗരത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ നടുക്ക്, ഒത്ത നടുക്കായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നടന്ന ഗുരുതരമായ വീഴ്ച നഗരത്തിൽ ചർച്ച തന്നെയാകണമെങ്കിൽ മാത്രമേ ഗായത്രി ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ
എനിക്ക് തോന്നുന്നത് ഈ ജില്ലാ കളക്ടർക്ക് ഈ അന്വേഷണം നടത്താനുള്ള ഒരു ചുമതല ഇപ്പോൾ മന്ത്രി നൽകിയത് കൊണ്ട് തന്നെ, കളക്ടറായതുകൊണ്ടും പിന്നെ ദുരന്ത നിവാരണ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടും ഈ റെയിൽവേയുടെ അധീനതയുള്ള പ്രദേശത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു, അല്ലേ? പ്രതീക്ഷിക്കാം അങ്ങനെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ വെച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും. വളരെ ഈ ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ നമ്മളോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ കൂടിയാണ് കളക്ടർ. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി അത്ര ധൈര്യപൂർവ്വം അദ്ദേഹത്തെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ കൃത്യമായ രീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യെസ്, അമീർ ഷാ, ഇപ്പോൾ ഇക്കാര്യത്തിലുള്ള പല തരത്തിലുള്ള സാങ്കേതികമായ പരിമിതികളും നമ്മൾ പറയുമ്പോഴും ആമയിഴഞ്ചാൻ തോട്ടിനകത്തേക്ക് ഇത്രയും വേസ്റ്റുകൾ വരുന്നതിന് ഒരു കാരണമായി ഇപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലായത് ആ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ഭക്ഷണശാലകളുടെയും യാത്രക്കാർ പലയിടത്തുനിന്ന് വരുന്ന ആളുകൾ ഇടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെയും ഒക്കെ ഒരു കൂമ്പാരമാണ്. അത് അവിടെയുള്ള ആളുകൾ തന്നെ കളക്ട് ചെയ്ത് അവിടെ ഏൽപ്പിക്കുന്ന ടെൻഡറിലൂടെ ആളുകൾ കളക്ട് ചെയ്ത് പുറത്ത് നിക്ഷേപിക്കുന്നതിന് വീണ്ടും ആ തോടിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ വേണ്ടി വരും. ഇത് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുക, ഒരു ടെൻഡർ കൊടുത്ത് കരാറുകാരനെ ഏൽപ്പിച്ച് എടുത്തുകൊണ്ട് പോവുക എന്നതിനപ്പുറം ആ സ്റ്റേഷനകത്ത് ട്രെയിനിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ കടകളിൽ ഉൾപ്പെടെ കൂടുതൽ ഇടപെടലുകൾ വേണ്ടിവരും നഗരസഭയ്ക്കും മറ്റാരോഗ്യ സംവിധാനങ്ങൾക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മാലിന്യം ശേഖരിക്കപ്പെടുകയും അത് നീക്കം ചെയ്യപ്പെടുകയും ഒരു പരിധിവരെ റെയിൽവേ പ്ലാറ്റ്ഫോമിലും മറ്റും ഉണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിന്റെയും സ്റ്റേഷനുകളുടെയും ഔട്ടർ ഏരിയകളിലേക്ക് കൂടുതലായി മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെയിൽവേയും ശുചിത്വ മിഷനും ഇറിഗേഷനും അതുപോലെ PWDയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൂട്ടായ ചർച്ച നടത്തി റെയിൽവേയിൽ ഉൾപ്പെടെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഉത്ഭവം മുതൽ അവസാനം വരെയുള്ള എല്ലാ മേഖലകളിലും മാലിന്യം വരുന്ന ഉറവിടങ്ങൾ, ആ ഉറവിടങ്ങൾ പലതായിരിക്കാം. അതിൽ ഖരമാലിന്യമായിരുന്ന ആകാം, ദ്രവമാലിന്യമാകാം, സാനിറ്ററി ഉൾപ്പെടെയുള്ള മാലിന്യമാകാം. ഇത് വരുന്ന ഉറവിടങ്ങൾ ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തുകയും ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ അളവ് മനസ്സിലാക്കുകയും ആ ഓരോ തരവും മാലിന്യം എങ്ങനെ തരംതിരിച്ച് ശേഖരിച്ച് ശാസ്ത്രീയമായി നഗരസഭയും ശുചിത്വ മിഷനെ പോലുള്ള സംവിധാനങ്ങൾ മുഖേന ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറുകയും ചെയ്യും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം നിലവിലുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരു സഹോദരൻ ഈ അപകടത്തിൽപ്പെട്ടു, കൃത്യമായ ലേഔട്ടും ഡിസൈനും വെച്ചുകൊണ്ട് എവിടേക്കായിരിക്കാം അദ്ദേഹം ഒഴുകി പോയിട്ടുണ്ടാകുക എന്നുള്ളത് പരിശോധിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പൊ എവിടെയാണ് പരിശോധന നടത്തേണ്ടത്, ഏതാണ് ഇതിന്റെ റൂട്ട്, അതുപോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പൊ കൃത്യമായ മാപ്പിംഗ്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ മാപ്പിംഗ് നടത്തി ഈ റൂട്ട് ക്ലിയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇവിടെ ഇതിനൊരു ശാസ്ത്രീയ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കാരണം നഗരസഭയ്ക്ക് ഏകദേശം 9,69,000 നഗരസഭയുടെ പോപ്പുലേഷൻ. അതുപോലെ സ്ഥാപനങ്ങൾ 37,072 സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നും ഏകദേശ കണക്ക് പ്രകാരം രൂപപ്പെടുന്ന മാലിന്യം 300 അല്ലെങ്കിൽ 350 ടണ്ണാണ് പരമാവധി. അതിൽ ഒരു 99% മാലിന്യവും നഗരസഭ ഇപ്പോൾ ഹരിതകർമ്മസേന മുഖേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിലുപരിയായി 100 കണക്കിന് എങ്കിൽ അതിന് ഇതുപോലെയുള്ള സോഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് നഗരസഭയ്ക്ക് കയറി പരിശോധിക്കുന്നതിനോ അതല്ലെങ്കിൽ ശേഖരിക്കുന്നതിനോ കഴിയാത്ത രീതിയിലുള്ള സോഴ്സുകൾ നഗരപ്രദേശത്ത് തന്നെയുണ്ട്. നഗരസഭയ്ക്ക് അധികാരമില്ലാത്ത ഏരിയകളുണ്ട്. അപ്പൊ അത്തരം ഏരിയകളിൽ പെടുന്ന ഒന്നാണ് റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൃത്യമായി കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ എത്ര സ്ഥാപനങ്ങളുണ്ട്, ഒരു ദിവസം എത്ര പേര് വന്നു പോകുന്നു, ഏതൊക്കെ തരം മാലിന്യങ്ങൾ ഉണ്ടാകുന്നു, അതിന്റെ അളവ് എത്ര, അത് എങ്ങനെ കൊണ്ടുപോകാനുള്ള ഏജൻസികൾ ആര്, ഇത്തരം ഡിസാസ്റ്ററിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് ഇനിയും അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ അവരുടെ ഒരു ഔദാര്യം കാത്തു നിന്ന് ഇപ്പൊ കണ്ടില്ലേ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവഗണിച്ച് പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കല്ലാതെ കുറച്ചുകൂടി ഒന്ന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. അതിന് യാതൊരു സംശയവുമില്ല. റെയിൽവേയുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തെ ഒരു പൗരന് അപകടം
അതിനകത്ത് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് കഴിയും. ശരി ശരി അത് ഞാൻ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അമീർ ഷാ ആ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വിജിൻ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നുകൂടി ചേരുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വിജിനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വിജിൻ, എന്താണിപ്പോൾ നമുക്ക് 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ആണ് ജോയിയെ നമുക്ക് കാണാതായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾക്ക് എത്രമാത്രം സാധ്യതയുണ്ട്? ജോയിയുടെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകൾക്ക് എന്ത് സാധ്യതയുണ്ട്? ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായുള്ള റോബോട്ട് സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്, പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മാൻഹോൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ മാൻഹോളിലെ ഈ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ. ചെറിയ റോബോട്ടിക് സംവിധാനമായതുകൊണ്ട് തന്നെ കുറച്ച് മാലിന്യങ്ങളാണ് പുറത്ത് എടുക്കാൻ കഴിയുന്നത്. അങ്ങനെ പുറത്തെടുത്ത് കഴിയുന്നതോടുകൂടി ഈ ടണലിലുള്ള വേസ്റ്റ് പുറത്തേക്ക് വരും, മാൻഹോളിനടുത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അല്ലാതെ വലിയ തരത്തിൽ കൂമ്പാരമായി മാലിന്യം കിടക്കുകയാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇത് മുഴുവൻ നീക്കം ചെയ്യാൻ കഴിയില്ല. ടണൽ മൊത്തം നിറഞ്ഞ് മാലിന്യങ്ങളുണ്ട്. അതാണ് അതിലൊരു രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ ദുസ്സഹമായി ഇരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും NDRFിൻ്റെ ടീം കൂടി എത്തുന്നുണ്ട്. തിരുവല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ NDRF സംഘം ഇങ്ങോട്ട് എത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വേണമെങ്കിൽ നേവിയുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവരുടെ സഹായത്താൽ ഇയാളെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ അല്പം മുമ്പ് റഹീം MPയും കലക്ടറും ഒക്കെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും ഇന്ന് തന്നെ ഇയാളെ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള മാലിന്യ നീക്കം ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഈ മാലിന്യം പുറത്തെടുത്ത് കഴിയുമ്പോൾ കൂടുതൽ ഈ ടണലിലുള്ള മാലിന്യത്തിന് എളുപ്പം ഇങ്ങോട്ട് താഴത്തേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആളുകൾ. എന്തായാലും നഗരസഭ പറഞ്ഞ സമയത്ത് കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ മാലിന്യങ്ങൾ അന്നേ നീക്കാൻ റെയിൽവേ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയധികം സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ദുരന്ത നിവാരണ സേന വരെ ഇറങ്ങി മാലിന്യം നീക്കി ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ റെയിൽവേക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കേണ്ട സമയം കൂടി. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ഒരാൾക്ക് 2 മിനിറ്റ് വീതം കിട്ടുമെന്ന് കരുതാം. PK രാജു, ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതേസമയം റെയിൽവേ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യതയില്ല. എന്ത് കാര്യങ്ങളാണ് നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് അറിയേണ്ടത് റെയിൽവേയിൽ നിന്ന്? അല്ല ശ്രീലാലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഒരു മനുഷ്യൻ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വരുന്നതിന് തന്നെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നിടത്ത് 2 മിനിറ്റ് കൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഒന്ന് തല കാണിച്ചിട്ട് പോയി. ഇവിടുന്ന് അവർ പോയി കഴിഞ്ഞു. 2 മിനിറ്റ് നേരെ മാധ്യമ ബന്ധം നിഷേധിക്കുന്നു. നേരെ അവർ പോകുന്നു. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവർ പോകുന്നു. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു ഡിവിഷണൽ അസിസ്റ്റൻ്റ് ഉദ്യോഗസ്ഥ ഇവിടെ നിൽക്കാതെ കടന്നു കളഞ്ഞു. അവിടെയാണ് മനുഷ്യത്വമുണ്ടോ ഇല്ല, ഇവരെ കണ്ണു തുറക്കണ്ടേ. അതുകൊണ്ട് ഇവർ ദയവ് ചെയ്ത് ചെയ്യേണ്ടത്, നഗരസഭയ്ക്ക് പറയാനുള്ളത്, അത് മേയർക്ക് വേണ്ടി കൂടി ഞാൻ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന് കൂടി ഞാൻ പറയുന്നത്, ഞങ്ങൾ വെട്ട് റോഡ് മുതൽ കിഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെ അങ്ങ് വെങ്ങാനൂർ വരെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഞങ്ങൾ വൃത്തിയാക്കി നഗരം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഈ ആമേഴഞ്ചൻ റോഡ് റെയിൽവേ വരുന്ന 90 മീറ്റർ റോഡ് അല്ലെങ്കിൽ ഈ ഭാഗം ഞങ്ങൾക്ക് വൃത്തിയാക്കുന്നതിൽ ഒരു പണിയില്ല. ഞങ്ങൾക്ക് എഴുതി തന്നാൽ മതി, ഒരു വാക്ക് എഴുതി തന്നാൽ മതി. ഈ റെയിൽവേ ഡിവിഷൻ ഞങ്ങൾക്ക് എഴുതി തന്ന തിരുവനന്തപുരം നഗരസഭ ആമേഴഞ്ചൻ റോഡിൽ എത്തുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് അനുവാദം തരുന്നതിന് ഇവർക്ക് എന്താണ്? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നൽകിയ അത് ഏറ്റവും വലിയ വിശേഷമെന്നറിയാമോ? മേയർ വിളിക്കുന്ന മീറ്റിങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പങ്കെടുക്കാറുണ്ട്, ഫയർഫോഴ്സിൻ്റെ മേധാവി പങ്കെടുക്കാറുണ്ട്. എല്ലാ മേധാവികളും പങ്കെടുക്കുമ്പോൾ റെയിൽവേ ഡിവിഷൻ്റെ ക്ലർക്കിനെയാണ് പറഞ്ഞു വിടുന്നത് ഈ മീറ്റിങ്ങിൽ. അവിടെയാണ് ഏറ്റവും വലിയ അതിശയം. ഒരു ക്ലർക്കിനെ പറഞ്ഞു വിടുന്ന റെയിൽവേയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള അവിടെ നിന്നുള്ള ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അയക്കുന്നതിന് പകരം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരവധി തവണ ഞങ്ങൾ വഴക്കുണ്ടാക്കി. ക്ലർക്കിനെ പറഞ്ഞു വിടും. നിങ്ങൾ ആ മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ചാൽ അറിയാം. ഒപ്പിടുന്നതാണ്. റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥന് വരാറില്ല. അവർക്കിതൊരു തമാശ പോലെയാണ് കാണുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവനെ വില കൊടുക്കാത്ത റെയിൽവേ ഉദ്യോഗസ്ഥരായിട്ടുള്ള അഡീഷണൽ റെയിൽവേ ഡിവിഷനിലുള്ള ആ ഉദ്യോഗസ്ഥരെ
മാറ്റി നിർത്തണം. അവർക്ക് മനുഷ്യത്വം വേണം. അവരെ പോലത്തെ സ്ത്രീയാണല്ലോ ഈ ചെയർപേഴ്സണും ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഇവിടെ നിൽക്കുകയല്ലേ രാവിലെ മുതൽ. റെയിൽവേയിലെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥ വന്ന് ഇപ്പോൾ നിഷേധാത്മക നിലപാടാണ് കാണിച്ചത്. ആ ഉദ്യോഗസ്ഥയെ മാറ്റി നിർത്തണമെന്നാണ് തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. ശ്രീ അമീർ ഷാ, ഈ കാര്യത്തിൽ ഇപ്പോൾ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഇത്തരം യോഗങ്ങൾ, നിങ്ങളൊക്കെ വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലേക്ക് റെയിൽവേയിൽ നിന്ന് വരേണ്ടത് സീനിയർ ഉദ്യോഗസ്ഥരാണ് എന്ന് നിങ്ങൾക്ക് നിർബന്ധം പിടിക്കാനാകില്ലേ ഇത്തരം സന്ദർഭങ്ങളെങ്കിലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട്? റെയിൽവേയുടെ മേധാവിമാർക്കും അതുപോലെ സാങ്കേതിക വിഭാഗത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും മേധാവിമാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകുന്നതാണ്. അവരാണ് ആ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ. കാരണം സംസ്ഥാന സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വിളിക്കുന്ന മീറ്റിങ്ങുകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. അനുയോജ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തന്നെ റെയിൽവേ വിടേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. ശരി, ഏറ്റവും അവസാനമായി ഗായത്രി ബാബു, ഇപ്പോൾ ഇത് ഇത്രയും വലിയ നമുക്കത് ആ വേദന എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. അത് ആ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. ഒരു വീട്ടിൽ ഒരു അമ്മ കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിപ്പോയ തൻ്റെ മകൻ എല്ലാ ദിവസവും വൈകുന്നേരം തിരിച്ചെത്തുന്ന 47 വയസ്സുള്ള മകനാണ്. 72കാരിയായ ആ അമ്മയെ നോക്കാൻ എത്തുന്ന ആ മകൻ ഇന്നിപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ കൃത്യമായി ഈ നാട്ടിലുള്ള നിയമമനുസരിച്ച് നിങ്ങളുടെ നഗരസഭ ഉൾപ്പെടെ കൊടുത്ത ഒരു കത്തനുസരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ട ആ മാലിന്യം നീക്കം ചെയ്ത് അവിടെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ കൃത്യമായി നോക്കി അവിടുന്ന് ഫുഡ് വേസ്റ്റുകളൊക്കെ ഈ തോടിലേക്ക് വീണ്ടും എത്താത്തൊരു സാഹചര്യം അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പോയിരുന്നു എങ്കിൽ അത്രയും ആ ഗൗരവപരമായ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് ഇവിടെ സംഭവിച്ചത് ഈ ഒരു യുവാവിന് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കിപ്പോഴും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് എന്തെങ്കിലും സംഭവിച്ചാൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നവർക്ക് കൂടി ഒരു മറുപടി ഇപ്പോൾ ഗായത്രി ബാബു എന്താണ് പറയുക? രാഷ്ട്രീയപരമായി ഈ സംഭവത്തെ ഉപയോഗിക്കരുത് എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നഗരസഭയോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മാതാവ്, അദ്ദേഹമൊക്കെ താമസിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അവരെല്ലാവരും ഞങ്ങളോടൊപ്പം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആളുകളുടെ പ്രതീക്ഷ ഇപ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളിലും ഞങ്ങളിലുമാണ് എന്ന് ഞങ്ങൾക്ക് കാണാം. അവിടെ താഴേക്ക് ഇറങ്ങുന്ന തൊഴിലാളികൾ തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ അവരെ നോക്കി നിൽക്കുകയാണ്. ജീവനോടെ തന്നെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിൽ ഇന്ന് മുഴുവൻ അദ്ദേഹത്തെ കിട്ടുന്നത് വരെയും ഞങ്ങൾ ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, പക്ഷെ ജനങ്ങളിത് മുഴുവൻ കാണുന്നുണ്ട്. വൃത്തിയായ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം ഒരു 100 മീറ്റർ വരുന്ന പ്രദേശം വൃത്തിയാക്കാതെ നഗരസഭ മാറി നിന്നതല്ല എന്നതിനെ സംബന്ധിച്ച്. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞാലും ശരി, എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളിച്ച് തന്നെ പറയുന്നു, ഇത് നഗരസഭ വൃത്തിയാക്കൽ മാത്രം നഗരസഭയെ ഏൽപ്പിച്ചാൽ മതി. ഏറ്റവും ഭംഗിയായി ആ ഭാഗം വൃത്തിയാക്കി ഞങ്ങൾ തിരിച്ച് നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം എന്നതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനോടൊക്കെ ഒപ്പം ശ്രീമാൻ അമീർ ഷാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മാലിന്യ സംസ്കരണ സംവിധാനം എന്താണ് എന്നത് നഗരസഭയെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ മുഖാന്തരം ആ ചോദ്യം റെയിൽവേയുടെ മുന്നിൽ ഞങ്ങൾ തീർച്ചയായും നിയമപരമായി വയ്ക്കും. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അവരുടെ മാലിന്യ സംസ്കരണം എങ്ങനെയാണെന്ന് നഗരസഭയെ അവർ ബോധ്യപ്പെടുത്തിയേ മതിയാകൂ എന്നതാണ് ഈ സന്ദർഭത്തിൽ. അതാണ് വേണ്ടത്. നഗരത്തിന് അറിയേണ്ടത്, സംസ്ഥാനത്തിന് അറിയേണ്ടത്, ഓരോ മനുഷ്യനും അറിയേണ്ടത് ജോയിയുടെ ജീവൻ്റെ വില അത് തന്നെയാണ്. അത് നമുക്ക് അറിഞ്ഞേ തീരൂ. റെയിൽവേ പറയണം, റെയിൽവേ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി അവിടെ ചില ടെൻഡറുകൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആർക്ക് കൊടുത്തു, അത് അവർ ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്തത്? വെറും 3 മനുഷ്യരെ കൂടി ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഈ മാലിന്യം അവിടെ നിന്ന് നീക്കാൻ പറ്റുന്നില്ല. ആ സ്ഥാനത്താണ് 3 പേരെ ഇറക്കി അവിടെ നിന്ന് ഈ വേസ്റ്റ് മുഴുവൻ മാറ്റാൻ വേണ്ടി ഈ ഒഴുക്കുള്ള സമയത്ത് അവിടേക്ക് ഇറക്കി വിട്ടത്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? ജോയിയെ കണ്ടെത്താൻ ഇനി എത്ര നേരം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? വലിയ ആർഭാടങ്ങൾ കാണിച്ച് നടക്കുന്ന ആളുകൾ പോലും ഒരു പ്ലാസ്റ്റിക് കസേരയിലേ ഇരിക്കുകയുള്ളൂ ഞാനെന്ന് ആളുകളെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത്.
അവർ ശരിക്കും ഇടപെടേണ്ടത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ. അവിടേക്ക് അവർ ഇറങ്ങി വരും എന്ന് കരുതാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പി കെ രാജു, ഗായത്രി ബാബു, അമീർ ഷാ, ഒപ്പം വിജിൻ വായന്തോട്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.